സത്യദർശനം ലഭിച്ചുവോ നിനക്ക്? സ്വാമിജി, ഞാൻ തെറ്റാണ് ചെയ്തത്. സ്വാമിജി, എനിക്കെല്ലാം ഓർമ്മ വന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയം എല്ലാം എനിക്ക് ഓർമ്മ വന്നു. പോകൂ, നീ വേഗം അവളുടെ അടുത്തേക്ക് പോകൂ. അവൾക്കിപ്പോൾ നിന്റെ ആവശ്യകതയുണ്ട്. പോകൂ. നിന്റെ പ്രണയം, നിന്റെ സാന്ത്വനം ജീവനുള്ളപ്പോൾ തന്നെ അവൾക്ക് വേണം, ജഡമായതിനു ശേഷമല്ല. സ്വാമിജി, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? മരണച്ചുഴിയിൽ നിന്നവളെ ആ മൃത്യുഞ്ജയൻ തന്നെ രക്ഷിക്കട്ടെ. ജയ് ഭോലേനാഥ്. കണ്ടോ പാമ്പ്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നീ എനിക്ക് തന്നത്. എന്റെ സുഹൃത്തുക്കളെ നീ കൊന്നില്ലേ? അതിനെല്ലാത്തിനുമുള്ള പ്രതികാരമായി നിന്റെ മരണം ഇപ്പൊ സംഭവിക്കും. നാഗമാണിക്യം എനിക്കൊന്ന് കിട്ടട്ടെ. നിന്റെ നാശമാണതോടെ. അത് കഴിഞ്ഞ് ഞാൻ അമരനും മൃത്യുഞ്ജയനുമായി മാറും. ആരാ നിങ്ങളെല്ലാം? എന്തിനാ എന്നെ ഇങ്ങനെ ഹിംസിക്കുന്നത്? വിടൂ എന്നെ. ദയവ് ചെയ്ത് എന്റെ വാക്കൊന്ന് കേക്കൂ. ഈ മകളെ ഊതുന്നത് നിർത്തൂ. മുതലാളി, ഇനി എത്ര നേരം കൂടി കാത്തു നിൽക്കണം? അവൾ നാഗമാകുന്നത് വരെ എന്റെ ആളുകൾ കാത്തു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിടെന്നെ. നിങ്ങളുടെ കാല് പിടിക്കാം. ദൈവത്തെ ഓർ തന്നെ വിട്ടേക്ക്. നാഗറാണിയെ കൊല്ലുന്ന സമയം അവൾ വളരെ അപകടകാരിയായിരിക്കും. അത് മരിക്കാറാവുന്ന സമയത്ത് നാഗമാണിക്യം അപഹരിച്ചവർ ചുറ്റും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊന്നതിന് ശേഷമേ അത് പ്രാണൻ വെടിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കുന്ന അപകടം അവന്മാര് കാര്യങ്ങൾ അവസാനിപ്പിക്കട്ടെ. എന്ത് പണിയെ ഞാനീ കാണിച്ച് ഒരുമിച്ചത് ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിന് എത്ര വേദനയാണ് ഞാൻ കൊടുത്തത്. എന്തിന് 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 ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? പ്രണയത്തെയാണ് ഞാൻ സംശയിച്ചത്. ശിവാനി ഇപ്പൊ എവിടെയായിരിക്കും? അവൾ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടോ? പോണം. ഇപ്പൊ അവളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് പോയി നിന്നിട്ട് എന്റെ കവിളിൽ ഞാൻ തന്നെ ഉറക്കി അടിച്ചിട്ട് അവളോട് സോറി പറയണം. ഇതെന്റെ തെറ്റല്ല,
എന്റെ മറവി കാരണമാണെന്ന് കെട്ടിപ്പിടിച്ച് അവളെ പറഞ്ഞ് മനസ്സിലാക്കണോ എനിക്ക്? ഇല്ല ശിവാനി, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഞാൻ സംസാരിക്കില്ല. ഞാനാണേ സത്യം, എന്റെ പ്രണയമാണേ സത്യം. അല്ല, എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാ? ഈ ലോകം തന്നെ നിന്നെ എതിർത്താലും ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളാണ്. എന്നിട്ട് ഞാനിപ്പോ കാണിച്ചത് എന്താ? എനിക്ക് തന്നെ നാണം തോന്നാ ഞാൻ കാണിച്ച പണിക്ക്, ഞാൻ പറഞ്ഞ വാക്കിനും. അവൾക്കിപ്പോൾ നിന്റെ ആവശ്യകതയുണ്ട്. പോകൂ. നിന്റെ പ്രണയം, നിന്റെ സാന്ത്വനം ജീവൻ ഉള്ളപ്പോൾ തന്നെ അവൾക്ക് വേണം, ജഡമായതിനു ശേഷമല്ല. അല്ല സ്വാമിജി എന്താ അങ്ങനെ പറഞ്ഞു? എന്റെ മനസ്സെന്താ അവൾക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ, എന്തിനാ ഈ പേടിയും ഭയമൊക്കെ? എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നേ? നോക്ക്, എനിക്ക് നിങ്ങൾക്ക് ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. നിങ്ങൾ തരുന്ന ഈ ബുദ്ധിമുട്ട് കാരണം എനിക്ക് മാത്രമല്ല ഹിംസയാവുന്നത്, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനുമാണ് അത് ഏൽക്കുന്നത്. പാമ്പ് ഗർഭിണിയാണത്രേ. ഗർഭിണിയായ നാഗങ്ങളെ കൊന്നാൽ നിങ്ങൾക്ക് 7 തലമുറകൾ വരെ സർപ്പശാപം ഏൽക്കുന്നതാണ്. നിങ്ങൾ ആരും സർപ്പശാപത്തിന് ബലിയാകരുത്. എന്നെ വിട്ടേക്കോ. ഇപ്പോൾ നിന്നെ വിട്ടു കളഞ്ഞാൽ നീ ഞങ്ങളെ കൊല്ലുമെന്നറിയാം. ഈ മകുടിയൊന്നു മാത്രമാണ് ഞങ്ങളുടെ രക്ഷ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ ജീവൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. നാഗങ്ങൾ ഒരിക്കലും അവര് പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം വിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നന്മയേ ഉണ്ടാകൂ. നിന്റെ വാക്ക് കേട്ട് വെറുതെ വിടുമെന്ന് കരുതിയോ? പാമ്പിന്റെ കഴുത്തിൽ പിടിച്ച് കളിക്കുന്നവരാണ് ഞങ്ങൾ. ഇത്രയും കൊല്ലം പാമ്പിനെ പിടിച്ചിട്ട് ഇത്രയും ലാഭം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്രയും കാശ് ലഭിക്കുന്നത്. അതെങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര പണം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ചോദിക്കുന്ന പണം തരാൻ എന്താ പാമ്പിനും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? പാമ്പ് കൊത്തിയടാ. ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചേനെ, നിങ്ങളെ വെറുതെ വിട്ടേനെ. എന്നാൽ തന്ന അവസരം നിങ്ങൾ തന്നെ നശിപ്പിച്ചു. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ വിട്ടേക്കൂ. വീട്ടിൽ ഭാര്യ മക്കളും ഉണ്ട്. നീ മരിച്ചാലേ അവർക്ക് മുക്തി ലഭിക്കും. ഇല്ലെങ്കിൽ എന്റെ ശാപം അവർക്കും കിട്ടുന്നതായിരിക്കും. മതി നോക്കുന്നത്, അവളെ കൊല്ലാം. വാ, മകുടി എടുക്ക്. വിടരുത്.
ശിവാനി, 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 നീ എവിടെയാ? ശിവാനി, എനിക്കിപ്പോ ഒരു സംശയമില്ല ശിവാനി, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. പ്ലീസ് ഒന്ന് വാ ശിവാനി. ഹോ, എന്റെ മറവി കാരണം നിനക്ക് ഒരുപാട് വേദന തന്നു ഞാൻ. സോറി ശിവാനി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറില്ല. ദയവ് എന്നോട് ക്ഷമിക്കേ പ്ലീസ്. എന്റെ മുന്നിലേക്കൊന്ന് വാ ശിവാനി. ശിവാനി എവിടെയാ? ശിവാനി എവിടെയാണെന്ന് വെച്ചാൽ അവളെ അന്വേഷിക്കുക. ശിവാനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, ദയവേത് എന്റെ മുമ്പിലേക്ക് വാ ശിവാനി. ശിവാനി, ജയ് ഭോലേനാഥ്. ഇത് അവന്റെ സ്ഥലമാണ്, അവന്റെ നാമമാണ് എന്റെ ബലം. അവൻ വരൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനും പോകൂ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനും ഞാൻ തയ്യാർ. നീ അവളെ തേടുന്നു, അവൾ നിന്നെയും തേടിക്കൊണ്ടിരിക്കുന്നു. നീ നിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ തേടിക്കൊണ്ട് നടക്കുന്നു, അവളാകട്ടെ നിന്റെ രഹസ്യം പറയുവാൻ നിന്നെ തേടി നടക്കുന്നു. സ്വാമിജി, ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം, ഇനിയും എന്നെ പ്രാന്ത് പിടിപ്പിക്കില്ലേ? അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് അങ്ങ് പറഞ്ഞതാ. ഓരോ തവണയും അങ്ങേ കാണുമ്പോഴൊക്കെ ഓരോന്ന് ചോദിക്കണമെന്ന് കരുതും, പക്ഷെ അങ്ങ് പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോവാ. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാരണവശാലും അങ്ങേ വിടില്ല. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങ് ഉത്തരം തന്നേ മതിയാവൂ. അങ്ങ് ഉത്തരം തരുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല സ്വാമിജി. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും. ഈ സന്നിധി, ഈ നട, ഈ സ്ഥലം തന്നെ നിനക്ക് ഉത്തരം നൽകും. നീ മരിക്കുന്നതിന് മുൻപ് ഉത്തരം കിട്ടും. മുതലാളി പറഞ്ഞത് ഇവളുടെ വയറ് കീറി നാഗമാണിക്യം എടുക്കാനാണ്. വന്ന് വയറ് കീറടാ, ആ നാഗമാണിക്യം എടുക്കൂ. പരമേശ്വര, സഹായിച്ചാലും. മൗടിയോടാ, എടുക്കൂ എടുക്കൂ. ആരാണ് നിങ്ങളെല്ലാം? ആരാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത്? എന്നെ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയൂ. ചോദിച്ചതിന് മറുപടി പറയും. ആരാണ് നിങ്ങളെല്ലാം? എന്നെ കൊല്ലാൻ നിങ്ങളെ ആരാ പറഞ്ഞയച്ചത്? ഞങ്ങൾ വന്നത് നാഗമാണിക്യത്തിന് വേണ്ടിയാണ്. നിന്റെ വയറ്റിലുള്ള നാഗമാണിക്യം എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എന്റെ വയറ്റിൽ നാഗമാണിക്യമുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്കെല്ലാം അറിയാം. നിന്റെ ഭർത്താവിനെ കൊന്ന് നാഗമാണിക്യം കൊണ്ടുവന്നത് മുതൽ ഇപ്പോൾ നീ അത് വിഴുങ്ങിക്കളഞ്ഞ കാര്യവും ഞങ്ങൾക്കറിയാം. എല്ലാം അറിയാന്ന് പറയുമ്പോ എങ്ങനെ അറിയാം? ആരാ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്? ആരാ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് പറയൂ. അതൊന്നും അറിയില്ല. അവൻ ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം. അതുമാത്രമല്ല, ആദ്യം നിന്നെ കൊന്നുകളഞ്ഞിട്ട് പിന്നെ നിന്റെ വയറ് പിളർന്ന് കൈക്കലാക്കും ഞങ്ങൾ ആ നാഗമാണിക്യം.
മുതലാളി, ഇത്രയും ദിവസങ്ങളായിട്ട് ഒരിക്കൽ പോലും അങ്ങ് സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്നത് കാണുമ്പോ എന്തൊക്കെയോ ഭാരം ഇറക്കി വെച്ച പോലെ ഉണ്ടല്ലോ. അതെ നന്ദീശ, ഇത്രയും നാളുകളായി ഞാൻ അനുഭവിച്ചു വന്നിരുന്ന ഭാരം ഇന്നും പുകയുടെ രൂപത്തിൽ പറന്നുപോയിരിക്കുന്നു. എന്റെ വിഷമങ്ങൾ, എന്റെ തടസ്സങ്ങൾ എല്ലാം തീയായി ഭസ്മമായി മാറിയിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലാ ഞാൻ ആസ്വദിച്ച് പുകവലിക്കുന്നത്. 24 വർഷങ്ങൾ നമ്മൾ രാത്രിയും പകലും കഷ്ടപ്പെട്ടത് ഈ ഒരു ഫലം കിട്ടാൻ വേണ്ടിയാ നന്ദീശ. നമ്മുടെ വീടിനെ ശല്യപ്പെടുത്തിയ ആ നാഗറാണിയുടെ അന്ത്യം ഇന്നാണ്. അവളെ ചുട്ട് ഭസ്മമാക്കുമെന്നവരെ. ആരെ മുതലാളി? നാഗറാണിയാണോ? അതിനർത്ഥം അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചോ മുതലാളി? അവൾ എവിടെയുള്ളത്? കണ്ട എങ്ങനെയിരിക്കും മുതലാളി? കണ്ടോളെ നന്ദീശ, ചില കാര്യങ്ങൾ നമ്മള് ആരോടും തുറന്നങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ആ കാര്യത്തിന്റെ മൊത്തത്തിലുള്ള ത്രില്ലങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും ചില സന്തോഷങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി മറ്റു ചില ശക്തികൾ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ ഈ കാര്യങ്ങൾ ആരോടും ഞാൻ പറയില്ല എന്ന് അന്നേ ഞാൻ തീരുമാനിച്ചത്. എന്നുവെച്ചാൽ നിന്നോട് ഞാനൊന്നും പറയില്ല എന്നല്ല, ഇനി കുറച്ച് സമയം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. നല്ലൊരു വാർത്ത വരും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് ഒരു ദുഃഖവാർത്തയായിരിക്കും. നമുക്കതെന്തായാലും സന്തോഷ വാർത്ത. നമ്മൾ ഇത്രയും വർഷം കാത്തിരുന്ന ആ വാർത്ത, സന്തോഷ വാർത്ത. അപ്പോ ഞാനൊന്നും പറയാതെ തന്നെ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്നാലും ആരായിരിക്കും നാഗറാണി? എല്ലാം അറിഞ്ഞിട്ടും അയാൾ എന്തിനാ എന്നിൽ നിന്നെല്ലാം മറച്ചു വെക്കുന്നത്? മറ്റുള്ളവർക്ക് ദുഃഖവാർത്തയും നമുക്ക് സന്തോഷ വാർത്തയെന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? അതോ ഇനി നാഗമാണിക്യം ഇയാൾക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് സങ്കടാവുന്നാണോ? ശിവാനി, ശിവാനി, ശിവാനി! അയ്യോ, ഞാൻ എന്തിനാ അവൾ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിച്ച്? ഞാൻ അവളുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. അവളെ സംരക്ഷിക്കേണ്ട ഞാൻ തന്നെ അവൾ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടില്ലേ? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവളുടെ സേഫ്റ്റിക്ക് ഞാൻ കൂടെ ഉണ്ടാവേണ്ടതല്ലേ? ശിവാനി! ത്രിശൂൽ! ത്രിശൂൽ! എന്നെ ഉപദ്രവിക്കാൻ വന്നവർ എന്റെ ആദിശേഷനെയും ഉപദ്രവിച്ചോ? ഇല്ല, അവനൊന്നും സംഭവിക്കില്ല. ത്രിശൂൽ! ത്രിശൂൽ, നീ എവിടെയാ? ശിവാനി! ശിവാനി, എവിടെയാ നീ? ഇത് അമ്പലത്തിലേക്ക് പോകുമ്പോ കൊണ്ടുവന്ന പൂവല്ലേ? ഇതിവിടെ കിടക്കാന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ശിവാനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ? അയ്യോ 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 അയ്യോ! ശിവാനിക്ക് ഒന്നും സംഭവിക്കരുത്. ശിവാനി ആ വഴിക്കായിരിക്കോ പോയിരിക്കുക? ശിവാനി! ഇവിടെ വെച്ച തൃശ്ശൂര് തിരിച്ചു പോയത്. ഞാൻ അമ്പലത്തിലേക്ക് പോവില്ല, വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു പുറപ്പെട്ടു. ഈ വഴിയായിരിക്കോ പോയത്? പോയ വഴിയിലെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കാണോ? ഇല്ല, അവനൊന്നും സംഭവിക്കില്ല. ഞാൻ പോകും, അവനെ രക്ഷിക്കും. തൃശ്ശൂർ!